ഈ മീൻ കണ്ടാ ഇതിനെന്താ പറയുക, തിലോപ്പിയ. നമ്മൾ മാർക്കറ്റിൽ അധികം കാണും. നമ്മൾ പൊതുവെ വാങ്ങൽ കുറവ്, മലയാളികൾ തന്നെ വാങ്ങൽ കുറവാന്ന് തോന്നുന്നു. ഞാൻ വാങ്ങില്ല, നമ്മുടെ കൂട്ടുകാരൊന്നും വാങ്ങലില്ല പൊതുവെ. അപ്പം ഇന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടല്ലോ, ഒരാൾ കുറേ വാങ്ങുന്നുണ്ട്, അതതിൻ്റെ വേറൊരാൾ വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഫ്രഷ് ആയിട്ട് കണ്ട്, ഞാൻ പറഞ്ഞു ഒന്നെടുക്ക് ക്ലീൻ ചെയ്ത് താന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെതായ രീതിയിൽ ഒരു തിലോപ്പിയ ഫ്രൈ നമുക്ക് നോക്കിയാലോ. വാ, മീനുണ്ടല്ലോ നമ്മൾ മാർക്കറ്റിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നേ. എന്നാലും നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ കറുപ്പൊക്കെ ഉണ്ട് അകത്ത്, അതൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ വരയിട്ട് കൊടുക്കാം. അത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ മീനുണ്ടല്ലോ നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, വരയൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. നമുക്ക് മസാലേൻ്റെ സംഭവങ്ങൾ തുടങ്ങാം. ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മളൊരു പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, അതെല്ലാം നല്ലോണം ചതച്ചിട്ടല്ലേ കൊണ്ടുവരുന്നത്. ഇതുപോലെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആ പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല കാശ്മീരി ചില്ലി പൗഡർ, അതിട്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മളെ മല്ലിപ്പൊടിയില്ലേ, അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മളെ മഞ്ഞൾപ്പൊടി, അത് കുറച്ചേ വേണ്ടിയേ, ഒരു 8 ഭാഗം, ഒരു സ്പൂണിൻ്റെ അത് ഇട്ടുകൊടുത്ത്. ഇനി നമ്മൾ കുരുമുളക് പൊടിയേ, നന്ന പൊടിയല്ലാതെ ഒരു ക്രഷ് ടൈപ്പ് ആയിട്ടുള്ള സംഭവമാണ്, അതും ഇട്ടുകൊടുത്ത്. അതും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അതും ഇട്ടുകൊടുത്ത്. പിന്നെ ആവശ്യത്തിനുള്ള ടേസ്റ്റിന് വേണ്ട ഉപ്പും അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ റെഡി ആയില്ലേ. ഇനി എന്താണ്, നല്ല ലൈം ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് സുർക്കയാണ്. എനിക്ക് ഈ മീൻ കണ്ടപ്പോൾ സുർക്കയാണ് ബെസ്റ്റ് തോന്നിയിട്ട് ഞാൻ സുർക്കയാണ്, വിനാഗർ ഇട്ടെ. നല്ലോണം ഉണ്ടല്ലോ ആ മസാല എല്ലാം കൂടി കുഴച്ച് പിടിപ്പിക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചതച്ചിട്ടേ കൊണ്ടുവരവേ, പേസ്റ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, ഒരു പ്രത്യേക മസാലയാണ്. നല്ലോണം കുഴച്ച മസാല ഉണ്ടല്ലോ, ശരിക്കും കുഴച്ചിട്ട് നല്ല മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇതുമാതിരി ആയാൽ നമുക്ക് നമ്മളെ കുട്ടപ്പനാക്കി വെച്ച മീനുണ്ടല്ലോ അതിലേക്ക് പിടിപ്പിക്കാം. ആദ്യം തന്നെ ഉണ്ടല്ലോ വരയിട്ട ഭാഗമില്ല, അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാലയിൽ ശരിക്കും ഉള്ളിൽ നല്ലോണം അടിപൊളിയായിട്ട് കിട്ടും. മസാല ശരിക്കും അങ്ങ് പിടിപ്പിച്ച് കൊടുക്കാം. ഇടയ്ക്ക് കൈ ചെറുങ്ങനെ ഇതായിട്ടാ വേദന എടുത്ത് എടിയോ മുള്ളും കൊണ്ടിട്ട് മുറണ്ടൊന്നുമില്ല. ഇതുപോലെ അകത്തും നല്ലോണം ഒന്ന് പിടിപ്പിച്ച്, പിന്നെ അപ്പുറത്തെ ഭാഗത്തും മറ്റേ ഭാഗത്തും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എത്ര തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മളെ മസാല നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. ആ ബാക്കിയുള്ള മസാലയും കൂടെ ഉണ്ടല്ലോ നല്ലോണം തേച്ച് പിടിച്ചാൽ ഈ പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരിക. അതിനെ നോക്കിയേ, നമ്മളെ മസാലയിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. കുറച്ച് നല്ലോണം നമ്മളെ വെളുത്തുള്ളി അതെല്ലാം ഇല്ലേ, അതെല്ലാം ഇങ്ങനെ ഉണ്ടാവും. അത് ഹൈലൈറ്റാണ് ഇതിൻ്റെ. തിന്നുമ്പോൾ നല്ല രസമുണ്ടാവും, അത് കടിക്കാൻ കിട്ടും അത്. അങ്ങനെ നമ്മൾ മസാലയിലുണ്ടല്ലോ മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഒരു 20 മിനിറ്റില്ലേ അങ്ങ് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ മാറ്റി വെച്ചാൽ മതി, മസാല ശരിക്കും പിടിക്കാൻ തന്നെ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നു. ഒരു പാൻ എടുത്ത് വെക്കുന്നത്. ഇനി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതുപോലെ ആ വെളിച്ചെണ്ണ ചൂടായാലുണ്ടല്ലോ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലെ തറ്റത്തോട്ട് പോയിട്ട് ഈ പാൻ്റെ ഒരു പ്രശ്നമാണത്. ഇനി നമ്മളത് മീൻ വെക്കുക, നല്ലോണം ചൂടാണ്, അതിന് ശേഷം മീൻ വെക്കാവേ. എന്നിട്ട് 2 ഭാഗത്തുള്ള വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണേ. അപ്പോൾ അടിയിൽ മീനിൻ്റെ അടിയിൽ ശരിക്കും പിടിച്ചോളും. അത് ഈ പാത്രം ആയതുകൊണ്ടാണ്, ഈ പാൻ ആയതുകൊണ്ടാണ്. മറ്റുള്ള പാത്രത്തിന് പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലില്ലേ ആ 2 പാൻ്റെ തറ്റത്ത് ഞാൻ കുറച്ച് സമയം കൊണ്ടുവച്ചാണ്. 2 ഭാഗത്തും 2 സൈഡിലും കുറച്ച് സമയം വെച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ എല്ലാ ഭാഗത്തും ശരിക്കും വെന്തോളും. അപ്പോൾ നമ്മൾ മീനിങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് അതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി മറിച്ചിടാം. മറിച്ചിടാൻ കളിപ്പിക്കുന്നു. എന്താണ് ഇങ്ങനെ ഇനി ശരിയാവും. അങ്ങനെ മറിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ചെറിയ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ 4 മിനിറ്റാണ് കുക്ക് ചെയ്തത് ലോ ഫ്ലെയിമിൽ. ഇത് കറക്റ്റ് വേവാണ്, അധികം വെന്തല്ലല്ലോ, അത് കരിഞ്ഞ കുളവും. ഇത് കറക്റ്റ് വേവ്, ചെറിയ തീയിൽ നമ്മൾ ശ്രദ്ധിച്ച് കുക്ക് ചെയ്താൽ മതി, അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്ത ഭാഗവും അതുപോലെ തന്നെ 4 മിനിറ്റ്, മൊത്തം 8 മിനിറ്റാണ് കുക്ക് ചെയ്തത്. ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ്. ആദ്യം നല്ലോണം ചൂടാക്കുക, പിന്നെ ലോ ഫ്ലെയിം വെച്ചാൽ മതി. നോക്കിയാൽ നമ്മളെ തിലാപ്പി ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. നല്ല അടിപൊളിയായി വന്നിട്ട് ഇനി തിന്നോക്കുക, എന്നിട്ട് ബാക്കി പറയാം. ആരോ ചോദിക്കുന്ന ചോറില്ലേ, ഇതിൻ്റെ കൂടെ ചോറും കൂടി കഴിക്കാൻ കഴിയുമോ മക്കളെ? ഇതിൻ്റെ ഒരുപാടില്ലേ, ഇത് നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം.
ഓക്കെ, നോക്കി നമ്മളെ ഞാനിപ്പോൾ മീനില്ലേ ശരിയായി വന്നതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് നല്ല ഡെക്കറേഷന് ക്യാരറ്റും കക്കിരി അതുപോലെ ഉള്ളിയും ഇന്നത്തെ നമ്മളെ ഉച്ചഭക്ഷണമാണ്. ലഞ്ചായിട്ടാണ് ഇത് ഞാൻ ഇന്ന് കഴിക്കുന്നത്, ചോറൊന്നുമില്ല. നല്ല അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ നമുക്കിതാ നോക്കിയേ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ സംഭവം. ഇതാ ആ ലൈം ഒന്ന് പീന് കൊടുക്കുക, പിന്നെ നല്ല സൂപ്പറായിരിക്കും. ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ഏതായാലും ഇത്ര ആക്കിയല്ലേ, അപ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് കണ്ടു. ഇനി നമുക്ക് തിന്ന് നോക്കാം. ഇതാ ഇതുപോലെ പൊളിച്ച് നോക്കിയാൽ നല്ല അടിപൊളി. ഈ മീനിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്നറിയാം, സംഭവം നല്ല മീനാണ് കേട്ടോ, ടേസ്റ്റ് കൊണ്ട് എല്ലാം അടിപൊളിയാണ്. നല്ല ഇറച്ചിയുണ്ട് ഈ മീനിൽ, കുറേ കളയാനുമില്ല. ഒരു ഈ തട്ടം കണ്ട ഈ അവിടെ മാത്രമേ കുറച്ചൊരു മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത് തിന്നുണ്ട്, അത് ഒഴിവാക്കിയാൽ മതി. തട്ട മീൻസ് ആ ക്യാരറ്റിൻ്റെ ആ മല്ലിച്ചപ്പിൻ്റെ അടുത്തുള്ള ഭാഗം അത് ഒഴിവാക്കാം. ബാക്കിയെല്ലാം സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഇറച്ചിയുണ്ട്, നല്ല മീനും നല്ല അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടേ. ഇനിയും വാങ്ങണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്, അപ്പോൾ ഇനിയും വാങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയേ അതും കൂട്ട് പൊട്ടിക്കുക. ഇനി ഒന്ന് തിന്നീ നോക്കിക്കളയാം, തിന്നീ കാണിച്ചു തരാം. ഓൾറെഡി തിന്നതിന് ബാക്കി ആ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് തിന്നാൽ നമുക്ക്. അതും കൂടി കാണിച്ചേക്കാം, കുറക്കണ്ടെന്നേ. കക്കിരി ഇടക്ക് തിന്നുന്നുണ്ടേ. അങ്ങനെ ഒരു പീസ് എടുത്ത് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വെജും കഴിക്കാം. നമ്മൾ ക്യാരറ്റും കക്കിരിയൊക്കെ ഓരോ പീസ് അങ്ങ് കാടിച്ച് മുറിച്ചങ്ങ് തിന്നുന്നുണ്ടേ. അടിപൊളിയാണ് മക്കളെ, അടിപൊളി കീടുക്കാച്ചി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ധൈര്യത്തിൽ നോക്കിക്കോ. ആരെങ്കിലും ചോദിക്കടാ, എപ്പോഴീന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചേ. അടിപൊളി.